പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മായൽത്തു പെരുന്നാളാണല്ലോ അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥന. ദൈവമായ കർത്താവേ, നിൻ്റെ സമ്പൂർണ്ണ കൃപകളും വാഴ്വുകളും ലഭിക്കുവാൻ നീ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. നിൻ്റെ ദേവാലയ പ്രവേശനത്തിൻ്റെ ഈ നാളിൽ നിന്നെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും പ്രവൃത്തികളെയും നീ ശുദ്ധീകരിക്കണമേ. നിന്നെ തൻ്റെ വിശുദ്ധ കരങ്ങളിലെടുത്ത ആ വൃദ്ധനും നീതിമാനുമായ ശമോനെ പോലെ സ്തുതികളുടെയും വന്ദനത്തിൻ്റെയും കത്തിച്ച തിരികളോടുകൂടെ നിന്റെ ദാസരെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ഞങ്ങളുടെ പാപങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ എന്ന് നിലവിളിച്ച് ഞങ്ങൾ പറയുകയും ചെയ്യുമാറാകണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മെഴുതിരികൾ മേലുള്ള ഒരു പ്രാർത്ഥന. സർവശക്തനാകുന്ന ദൈവമാകുന്ന വചനമേ, ഞങ്ങളുടെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി മനുഷ്യനായി തീർന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തിൽ നീ പരമമായി ഉയർത്തപ്പെട്ടു ആരാധിക്കപ്പെടുന്നു. അഗ്നിമയന്മാരായ മാലാഖമാർ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കൃപേന്മാരുടെയും ശ്രോഫ്യന്മാരുടെയും ഗണങ്ങൾ നിനക്ക് കാദീശ് പാടുന്നു. നിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനാൽ ഞങ്ങളുടെ മാനുഷിക ജീവിതത്തിൻ്റെ സ്വഭാവ പ്രകൃതിയെ നീ പൂർത്തീകരിച്ചു. ഇന്നേ ദിവസം ന്യായപ്രമാണപ്രകാരമുള്ള കൽപ്പന നിവർത്തിയാക്കുവാനായി നീ ദൈവാലയത്തിലേക്ക് പോയി. അവിടെ ക്രൂബന്മാർ തങ്ങളുടെ ചിറകുകളാൽ വഹിക്കുന്നവൻ നിന്നെ വൃദ്ധനായ ശമോൻ തൻ്റെ ഭുജങ്ങളിൽ വഹിച്ചു. നിന്റെ പ്രകാശം സൃഷ്ടി മുഴുവനിലും ശോഭിച്ചു. സ്വർഗവും ഭൂമിയും നിന്റെ പ്രകാശത്താൽ നിറഞ്ഞു. ഇപ്പോൾ കർത്താവേ, ഈ ദൈവിക പ്രവൃത്തികൾ നിർവഹിച്ച നീ നിന്റെ വലതുകരം നീട്ടി ഞങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന ഈ മെഴുകുതിരികളെ വാഴ്ത്തണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവയെ സ്വീകരിക്കുന്നവർക്ക് അവ അനുഗ്രഹവും അവ ഏന്തുന്നവർക്ക് ഉപദ്രവങ്ങളിൽ നിന്നുള്ള ഒരു തുണയുമായി ഭവിക്കണമേ. അവ വിശുദ്ധിയുടെ തിരികളും വിശ്വാസത്തിൻ്റെയും സത്പ്രവർത്തികളുടെയും ദൃഢതയ്ക്കായുള്ള വിശുദ്ധിയുടെ നിധികളും പള്ളികളുടെ ഉന്നതയ്ക്കും ദേറാകളുടെ മഹത്വത്തിനും ക്രിസ്തീയ ഭവനങ്ങളുടെ അനുഗ്രഹത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ആമേൻ. താങ്ക് യു.